നിങ്ങൾ അറിയാം, നിങ്ങൾക്ക് വരുന്ന ഗ്രൂപ്പിന്റെ ആ ഒരു ലിങ്കില് ആദ്യത്തെ ലിങ്ക് വരുന്നുണ്ട്, രണ്ടാമത്തെ സെക്കൻഡ് ലിങ്ക് ആണ്. സെക്കൻഡ് ലിങ്കിലാണ് ഒരുപാട് പേര് കയറിയിട്ടുള്ളത്. ഈ മെയിൻ ലിങ്കിൽ കിട്ടുന്ന ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നും സെക്കൻഡ് ലിങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ടീം, ഞാൻ അത് ഗ്രൂപ്പിലേക്കൊക്കെ അറിയിച്ചിരുന്നു, നിങ്ങളുടെ ലീഡർമാർ അത് അറിയിച്ചോ എന്ന് എനിക്കറിയില്ല. മെയിൻ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. മെയിൻ ലിങ്ക് 1000 പേരായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെക്കൻഡ് ലിങ്ക് ഓപ്പൺ ആക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ സെക്കൻഡ് ലിങ്കിൽ കയറിയിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക. എങ്കിൽ അവരോട് എന്ത് ചെയ്യാം, മെയിൻ ലിങ്കിലേക്ക് കയറാൻ വേണ്ടി പറയാം. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം 7:06 ആയിട്ടുണ്ട്. നമുക്ക് കൃത്യസമയത്ത് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഒരു 500 പേരായിട്ട് ഇനി ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, കയറാൻ എടുക്കുന്നുണ്ട്. വേഗം വിളിച്ചു കയറ്റുക. കാരണം നമുക്കറിയാൻ പറ്റുന്നുണ്ടാവും, വലിയൊരു മാമാങ്കം കഴിഞ്ഞതിന്റെ ആ ഒരു എനർജിയിലും എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്വർണോ, ഹലോ. ഇവിടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, 518 പേരാണ് ഇതിൽ കയറിയിട്ടുള്ളെങ്കിൽ വെറും 30-ൽ താഴെ ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുള്ളൂ. നമ്മളെ വിവക്കാരനെ സംബന്ധിച്ച് ഒരു ഇപ്പൊ ഇന്നലെ നമുക്ക് ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാം ആയിരുന്നു. അതിന് ശേഷം നമുക്ക് ഒരു വലിയൊരു ദിവസം നമ്മൾ ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് കിടന്നുറങ്ങുന്ന ആള് കുംഭകർണനെ പോലെ ജീവിതകാലം മുഴുവൻ കിടന്നുറങ്ങേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഈ ബിസിനസ് നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്കും എന്തില്ല, എവിടെയും എത്താൻ പറ്റില്ല. നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് എനർജി നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈക്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരാൻ പറ്റുന്നുണ്ടാവും. അപ്പോ നമുക്കറിയാം, ഈ ഒരു മോർണിംഗ് മീറ്റ് 2 സെഷനായിട്ട് നമുക്ക് നടക്കുന്നുണ്ടാവും. ഒന്നാമത്തെ ഈ ബിസിനസ്സിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടാവും. രണ്ടാമത്തെ ഈ ടീം ആർക്കെ എന്ന് പറയുന്ന ടീമിന്റെ കപ്പിത്താന്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വേർഡുകൾ കിട്ടുന്ന ഒരു സെഷൻ ആയിരിക്കും. അപ്പോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാവരെയും ഒരു ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, വീഡിയോ ഓൺ ചെയ്തിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഡ്രസ് കോഡിലാണ് നോക്കുക. പല ആളുകളൊക്കെ ആ കിടന്നോടത്തുനിന്ന് അതുപോലെ എണീറ്റ് വന്ന് ഡ്രസ്സ് പോലൊക്കെ ധരിക്കാതെ വന്ന് ഇരിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി വാല്യൂ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നല്ല നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയയിൽ ഇരുന്നിട്ട് പ്രോഗ്രാം പങ്കെടുക്കുക. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഒരിക്കലും പ്രോഗ്രാം പങ്കെടുക്കരുത്. ഒന്നെങ്കിൽ വാഹനം സൈഡാക്കി നിർത്തുക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഗ്രേ ലീഡർ നമ്മളെപ്പോലെ ഈ ബിസിനസ്സിലൂടെ കടന്നു വന്ന് ഇന്ന് ഈ ബിസിനസ്സിലൂടെ ഏകദേശം 10 ലക്ഷം രൂപ മുകളിൽ വരുമാനമായിട്ടുള്ള ഒരു അവരുടെ ബ്രാൻഡ് മില്ലിയനർ മൊബൈലോടെ മോശം വെൽക്കം. ഹലോ, ഒരാളൊക്കെ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ആർക്കെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് അതേ ഫീൽ ആയിരിക്കും. വോയിസ് ഓഡിബിൾ ആണോ? ഓക്കെ മാഡം, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തൂ. എന്താണ് നിങ്ങളുടെ പേര്, എവിടെയാണ് സ്ഥലം, കാര്യങ്ങളൊക്കെ ഒന്ന്. ഓക്കെ, എന്റെ പേര് ഉമ്മു ഹബീബ. സ്വദേശം വരുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് നല്ലളം എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നതിന് മുൻപ് ഞാനൊരു വീട്ടമ്മയായിരുന്നു. 2 കുട്ടികളും സന്തോഷ ജീവിതമായിരുന്നു. ഹസ്ബൻഡ് നല്ല രീതിയിൽ കുടുംബം പോറ്റിയിരുന്നു. ഒരിക്കലും എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിൽ അന്ന് ചിന്തിച്ചിരുന്നത്. കാരണം എന്താഗ്രഹിച്ചാലും അതൊക്കെ ആള് വാങ്ങിത്തരും. കയ്യിൽ 5 പൈസ തരൂല, പക്ഷെ ആളൊക്കെ വാങ്ങിത്തരും. അതായിരുന്നു എൻ്റെ ഈ ബിസിനസ്സിലോട്ട് വരുന്നതിന് മുൻപുള്ള എൻ്റെ ലൈഫ്. മാഡം, എങ്ങനെയാണ് ഈ ബിസിനസ് കടന്നു വരുന്നത്? ആരാണ് ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നത്? ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൈൻഡ് സെറ്റ് അതായിരുന്നു. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത ആളെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ സിസ്റ്ററാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ നന്നായിട്ട് റിജക്ട് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഈ ബിസിനസ്സിൽ ഉണ്ടാവൂല. ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്ന് ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവരെ റിജക്ട് ചെയ്യാൻ പറ്റൂല. കാരണം ഫാമിലിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അവരെ മുഖം കാണണം. അപ്പോൾ ആളെ വീട്ടിൽ ഒരു HLS വെച്ചു, എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ കൊന്നാലും പോവാതെ വീട്ടിൽ നിന്നു. ഞാൻ വീട്ടിലില്ലാന്ന് നുണ പറഞ്ഞു. കാരണം എനിക്ക് ഓപ്പർച്യൂണിറ്റി ആവശ്യമില്ല. അതാണ് എൻ്റെ മൈൻഡ് സെറ്റ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആള് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് എനിക്ക് എന്താവില്ല, അത്ര ഹരായിട്ട് തോന്നിയിട്ടില്ല, അത്ര വാല്യുബിൾ ആയിട്ടും തോന്നിയിട്ടില്ല. ഞാൻ പോയില്ല. HLS അവിടെ ഞാൻ പോവാതെ അതവിടെ കഴിഞ്ഞു. അന്ന് മിഥിലായ് സാറായിരുന്നു ആ HLS അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ കഴിഞ്ഞ വീക്കില് ആ ഒരു സറൗണ്ടിലുള്ള എൻ്റെ ഫാമിലിയിലൊരു ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ടുവന്നപ്പോഴാണ് പറയണത്, അവരെ ഉമ്മ പറയണത്, ഈ ആളായിരുന്നു സൂറ മാഡത്തിന്റെ വീട്ടിൽ വന്നിട്ട്
HLS നടത്തിയെന്നുള്ളത്. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത സിസ്റ്ററും ഞാൻ പറഞ്ഞു ഫാത്തിമ സൂറ മാഡം ഇപ്പം റൂബി എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ മാഡത്തിനെ ജഡ്ജ്മെന്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ബിസിനസ്സിലേക്ക് എനിക്ക് വരാനേ പറ്റില്ല. കാരണം മാഡം നമ്മളെ ഫാമിലിയിൽ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആരോടും അങ്ങനെ ഓവറായിട്ട് ചാടി കയറി സംസാരിക്കില്ല. വീട്ടിൽ ഞാനൊക്കെ കോമഡി അടിച്ചാലൊക്കെ തന്നെ ചിരിക്കാനൊക്കെ ഒരു ഗമട്ടീൻ്റെ ആളാണ്. പക്ഷെ ആൾ നല്ല എന്താ പറയുക എന്തിനും ഏതിനും കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ചാടി കയറി സംസാരിക്കില്ല എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് തന്നെ ഈ ബിസിനസ് അവർക്ക് ചെയ്യാൻ പറ്റുമോ, അവർ പെട്ടു, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ എന്ന് ഉള്ളിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഓളൊന്നിലും പോയി പെടരുത് എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഈ ബിസിനസ്സിന്റെ പ്ലാൻ ഒന്നും കേട്ടില്ല. പക്ഷെ ഒരു സമയത്ത് അവരെന്നോട് സൂമിൽ കയറാൻ പറഞ്ഞു. സൂമിൽ കയറാൻ പറഞ്ഞപ്പോൾ എൻ്റെ നെയ്ബേഴ്സിന്റെ വീട്ടിലായിരുന്നു ഞാൻ. അപ്പോൾ നെയ്ബേഴ്സ് ചോദിച്ചാൽ എന്താ, അവർ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നോട് അവരും നെഗറ്റീവ് അടിച്ചു. അപ്പോൾ ഞാൻ എന്താക്കി, അവരൊരു സമാധാനത്തിന് ഞാൻ സൂമിൽ കയറിയത് ഇങ്ങനെ നമ്മൾ സൂമിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമ്മളെ പേര് കാണല്ലോ. അപ്പോൾ അത് അവർക്കൊരു നിരാശ വരരുത് വിചാരിച്ച് ജസ്റ്റ് സൂം അപ്പം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്നതിന് ശേഷം ഞാൻ എന്താക്കി, ആ സൂമിൽ കയറിയിരുന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് മറിച്ചും തിരിച്ചും വെച്ച് നിന്ന്. പക്ഷെ അതിൽ ആളുകൾ കയറി വരുന്ന ഇങ്ങനെ കാണുന്നുണ്ട്. സൂം ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ കൗണ്ട് നോക്കിയാൽ നമുക്ക് കാണും. അപ്പൊ അത് കയറി കണ്ടപ്പോ എനിക്ക് ഒരു ചെറുതായിട്ട് ഇത് എന്താ സംഭവം, ഇത്ര ആൾക്കാർ എന്തായാലും വെറുതെ. ഷെസർ ഓക്കെ അല്ലേ? ഓക്കെയാണ് മാഡം. ഓക്കെ, അപ്പൊ ഇത്ര ആളുകൾ കയറി വരുന്നത് എന്താന്നുള്ള രീതിയിൽ ഞാൻ സൂം ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ആളുകൾ കയറി വരുന്നുണ്ട്. അപ്പോൾ നെയ്ബേഴ്സ് അങ്ങനെ നെഗറ്റീവ് അടിച്ചെങ്കിലും എൻ്റെ ഉള്ളിലും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫിനാൻസിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത കുട്ടിയാണ്. ഒരിക്കലും ഇവിടെ ഷെയർ ചെയ്യാൻ പോലും ഇപ്പം ഞാൻ അത് ആഗ്രഹിക്കില്ല. അത്രയും എനിക്ക് പേടിയായിരുന്നു ആ ലൈഫ്. അങ്ങനെ കുട്ടിക്കാലം കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഉപ്പാന്റെ ഞാൻ ജനിച്ചത് ഞാൻ ഓർമ്മ വെച്ച മുതൽക്ക് എൻ്റെ ഉപ്പ രോഗിയാണ്. ഇന്ന് എൻ്റെ ഉപ്പൻ്റെ കൂടെ ഇല്ല. പക്ഷെ ആ ഉപ്പയാണ് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ. ഒരാളെ മുന്നിൽ തോൽക്കരുത് എന്ന് കാണിച്ചെന്ന ആള് അവരാണ്. അപ്പോൾ ഉപ്പാന്റെ മരണശേഷം അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് ഞാൻ ആ സൂമിന്ന് ചെറിയ ചെറിയ ഹിന്റ് എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ ഡ്രീം കണ്ട എന്തോ ഇതിലുണ്ട് എന്നുള്ളത് എനിക്ക് ലൈക്കായി. അതിലൊരു 500 രൂപ എന്നുള്ളത് എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ ഉപ്പ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞില്, മോളെ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ രോഗിയായത് മുതൽക്ക് ഉമ്മ ഹൗസ് കീപ്പിങ്ങിന് പോയിട്ടാണ് നമ്മളൊക്കെ വളർത്തിയത്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മളും ഉമ്മാന്റെ കൂടെ പോയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഉമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വീടിന്റെ കാര്യങ്ങൾ നോക്കിയത്. കാരണം എപ്പോഴും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് ഉപ്പയും ഉമ്മയും ഉണ്ടാവുക. വെച്ചാല് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ കണ്ടത് മുതൽക്ക് ഉപ്പ ബ്ലഡ് തുപ്പുന്നതാണ് കണ്ടത്. അപ്പൊ മെഡിസിന്റെ ഒരു എഫക്റ്റ് അല്ല, മെഡിസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉപ്പാക്ക് കണ്ട് തുടങ്ങിയപ്പോഴാണ് ഇൽനെസിന്റെ ഡേഞ്ചർ എത്ര ഉണ്ട് എന്നുള്ളത് എന്റെ കുഞ്ഞിലെ ഞാൻ പഠിച്ചത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബിസിനസിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. ഒരു 500 രൂപ എന്ന് പഠിച്ചു. പക്ഷേ ഇല്ലീഗൽ ആണോ ലീഗൽ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം ഞാൻ മാത്രമല്ല കുടുങ്ങണ, എൻ്റെ ഫാമിലിയിലെ എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ആയിട്ടുള്ള ഫാത്തിമ സൂറ മാഡം കുടുങ്ങുകയാണ്. അപ്പൊ അതുവഴി ഞാൻ എന്താക്കി, ഇത് കേട്ട പാട് പുതുതായിട്ട് വന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ പാനിക്കായി നിൽക്കുന്നുണ്ടാവും. ഇത് ചെയ്യണോ വേണ്ടേ? കൊണ്ടുവന്ന ആളെ വിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് സൂറ മാഡത്തിന് നന്നായിട്ട് വിശ്വാസമുണ്ട്. പക്ഷെ അവളെ കഴിവിനെയാണ് ഞാൻ ഈ ബിസിനസ്സുമായി കമ്പയർ ചെയ്ത്. അവൾ ആരോടും മിണ്ടൂലല്ലോ എന്നുള്ളതൊക്കെ. പക്ഷെ ഈ ബിസിനസ്സിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വേഗം അവളെ ഏറ്റവും ഇതാക്കാതെ പിന്നെ എൻ്റെ അപ്ലൈ ലീഡേഴ്സ് 2 ആൾ എൻ്റെ വീട്ടിൽ വന്നു. അതിന് അപ്പോഴും ഞാൻ സൂമിലൂടെയും ഞാനിത് ലൈക്കാക്കിയമായി ഓരോ മുന്നിൽ അഭിനയിച്ചില്ല. ഓരോ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചിട്ട് നിന്നു. എനിക്കിത് ശരിയാവില്ല, ഹസ് അത്ര സപ്പോർട്ടഡ് അല്ല, ഹസ്സിന് വീട്ടിൽ നിന്ന് വർക്കിന് പോകണമെന്നും ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മാറി നിന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഈ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് എപ്പോഴും നൈസാറൊക്കെ പറയില്ലേ നമ്മൾ 5Gയിലാണ് ജീവിക്കുന്നതെന്ന്. ഈ 5Gയിൽ ജീവിക്കുന്ന അന്ന് 4Gയിലാണ്. ആ 4Gയിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ആദ്യം എൻ്റെ കണ്ണിൽ ഉടക്കിയത് 2021 നടന്ന ഇതിന്റെ കേസായിരുന്നു. അപ്പൊ ഞാൻ കോൾ ചെയ്തു, സൂറാമയുടെ ഇതാവാൻ നിൽക്കണ്ട, ഒഴിവായിക്കാൾ ഇങ്ങനെ ഉണ്ട്. പക്ഷെ സൂറാമയുടെ ഇതിനെ ശരിക്കും സൂറാമേഡത്തിനാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം എന്നെ ടാർഗറ്റ് ചെയ്തപ്പോൾ മാഡം ഒരിക്കലും എന്തായില്ല, അവരെ കൈപ്പിടിന്ന് ഒഴിവാക്കിയില്ല. 3-4 പ്രാവശ്യം ഞാൻ